ഒരു കട്ടൻ കാപ്പി. എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യുന്ന സമയം. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം അവിടുത്തെ തന്നെ ലേഡീസ് ഹോസ്റ്റലിലാണ് എൻ്റെയും താമസം. രാത്രി ഒരു 8:30 കാണും. വലിയൊരു ബഹളവും കതകിൽ ആരോ ശക്തിയായി മുട്ടുന്നതും കേട്ടാണ് കതക് തുറന്നത്. നോക്കുമ്പോൾ 3-4 പേരാൽ താങ്ങി നിർത്തപ്പെട്ട ഒരു രൂപം എൻ്റെ മുമ്പിൽ. ചുറ്റും കുറെ കുട്ടികളും. താങ്ങി പിടിച്ചു നിന്നവരിൽ ഒരാൾ പറഞ്ഞു, "ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ടീച്ചർ." ജീവിതത്തിൽ ആദ്യമായാണ് ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരാളെ ഞാൻ നേരിൽ കാണുന്നത്. അന്താളിപ്പും വെപ്രാളവും കാരണം തൊട്ടടുത്ത റൂമിലെ ടീച്ചറെ കൂടെ ഞാൻ കൂട്ടുപിടിച്ചു. എന്താ പറ്റിയേ എന്നന്വേഷിക്കുന്നതിന് മുമ്പേ വന്നു അടുത്ത വിശദീകരണം. മുറിയിലുണ്ടായിരുന്ന ഒരു കുപ്പി ഹോമിയോ ഗുളിക ഒറ്റയടിക്ക് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അത്രേ. ഹോമിയോ ഗുളിക എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മിഴിച്ച കണ്ണും പൊളിഞ്ഞ വായും സാധാരണ നിലയിലായി. ഇന്നുവരെ ഹോമിയോ ഗുളിക കഴിച്ച് ആരും മരിച്ചതായി കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ചെറുപ്പത്തിൽ സ്വന്തമായി കിട്ടിയതും വീട്ടിലെ ബാക്കിയുള്ളവർക്ക് വാങ്ങിയതുമായ ഹോമിയോ മരുന്ന് മൊത്തമായും ചില്ലറയായും കഴിച്ചു തീർത്ത് ഞാനൊക്കെ എപ്പോഴേ മരിക്കേണ്ടതാ. ഹോമിയോ മരുന്നല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന എൻ്റെ വിലയിരുത്തൽ അവർക്കത്ര ബോധിച്ചില്ല. എന്നതുകൊണ്ട് ഹോമിയോ ഡോക്ടറായ എൻ്റെ പാപ്പനെ വിളിച്ചു ചോദിക്കാം എന്ന് തീരുമാനിച്ചു. വിവരങ്ങൾ കേട്ടപ്പോൾ പാപ്പൻ പറഞ്ഞു, "നല്ല കടുപ്പത്തിൽ ഒരു കട്ടൻ കാപ്പി കൊടുത്താൽ മതി." കട്ടൻ കാപ്പി എന്ന് കേട്ടപാടെ താങ്ങി പിടിച്ച 2 പേർ കൈവലിച്ചു. അതോടുകൂടി പ്രതിക്ക് തനിയെ നിൽക്കാം എന്നായി. വൈദ്യൻ കൽപ്പിച്ചതുപോലെ കട്ടൻ കാപ്പി എടുക്കാനും കുടിപ്പിക്കാനുമായി വലിയൊരു ജനാവലി കിച്ചണിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ ആ കുട്ടിയോടായി ചോദിച്ചു, "എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ?" പെട്ടെന്നാണ് മറുപടി വന്നത്, "മാനസിക പീഡനം ടീച്ചർ." ഞാൻ ഉൾപ്പെടെയുള്ള ഹോസ്റ്റലിലെ ടീച്ചർമാരുടെ മൊബൈൽ ചെക്കിംഗ്, ഇടയ്ക്കിടയ്ക്കുള്ള മുറി പരിശോധന, ഇവയൊന്നും സഹിക്കാൻ പറ്റുന്നില്ലത്രേ. മാനസിക പീഡനം എന്ന സങ്കീർണമായ വാക്കിൽ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ് എന്ന് കേട്ടതോടുകൂടി കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ ഉള്ള മനസ്സെനിക്കപ്പോൾ ഉണ്ടായില്ല. അങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരാൾ കുടിച്ച കട്ടൻ കാപ്പി അത് കണ്ടു നിന്ന എൻ്റെ അന്നത്തെ ഉറക്കം ഇല്ലാതാക്കി എന്നതാണ് സത്യം.